നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണ സംഭവത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ദേശീയപാത അധികൃതർ നിയോഗിച്ച 3-അംഗ സമിതിയാണ് പരിശോധനയ്ക്ക് എത്തിയത്. 6-വരിപ്പാതയും സർവീസ് റോഡും പരിശോധനാ സംഘം നേരിട്ട് കണ്ട് പരിശോധിച്ചു. പരാതി ബോധിപ്പിക്കാൻ വീട്ടമ്മയും എത്തിയിരുന്നു. പരിശോധനയ്ക്ക് ശേഷം പ്രതികരിക്കാതിരുന്ന സംഘത്തെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. തുടർന്ന് പ്രതികരിച്ച ശേഷമാണ് പരിശോധനാ സംഘത്തെ നാട്ടുകാർ വിട്ടത്. കഴിഞ്ഞ ദിവസം കൂരിയാട് ഇടിഞ്ഞു വീണ 6-വരിപ്പാതയും സർവീസ് റോഡുമാണ് വിദഗ്ധ സംഘം പരിശോധിച്ചത്. ആശങ്കകൾ പങ്കുവയ്ക്കാനും ദേശീയപാത അനാസ്ഥ വിവരിക്കുന്നതിനുമായി നാട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു. ആദ്യം 6-വരിപ്പാതയാണ് സംഘം പരിശോധിച്ചത്. തുടർന്ന് സർവീസ് റോഡും പരിശോധിച്ചു. ജനപ്രതിനിധികളും നാട്ടുകാരും ആശങ്കകളും പരാതികളും പരിശോധനാ സംഘത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു. ഇപ്പൊ ഉണ്ടോ കുഞ്ഞു? ഇത് നമ്മൾ കാണിച്ചു കൊടുത്തതാണ്. ഒരു മാസം മുന്നേ ഇവിടെ വിള്ളൽ വന്നിട്ടുണ്ടെന്നുള്ള കാണിച്ചു കൊടുത്തതാണ്. അവർ പറഞ്ഞു മൂന്ന് ചെറിയ തോടുകൾ അടങ്ങി കഴിഞ്ഞു. അവിടെ വേറെ തോട് കഴിഞ്ഞതോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ വേഗം വെള്ളത്തിലാണ്. 3 വർഷമായിട്ട് വെള്ളത്തിലാണ് ഇവിടുത്തെ വെള്ളം. പക്ഷെ ഇപ്പൊ അവർക്ക് നിന്നു വെള്ളം അങ്ങോട്ട് തള്ളി ഈ മണ്ണ് 2 സൈഡിൽ തോടുണ്ടായിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വന്നാലും ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം വന്നാൽ സുഖമായിട്ട് പുഴയിലേക്ക് ഒഴുകി പോകാനുള്ള വഴികളുണ്ട്. ഈ ഒരു തോട് 3 തോട് പടഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കി തരണം. ആ തോടല്ലാതെ വെള്ളം മൊത്തം വീതിയില്ല. അവിടെ ബ്രിഡ്ജ് തോടിന് വേണ്ടിയിട്ട് തുറന്നെടുത്ത ബ്രിഡ്ജ് വീതിയും ഇല്ല. ഇപ്പൊ അവിടെ അപ്പുറത്ത് 2 എണ്ണം ഉണ്ട്. ഇതിൽ ഓരോ 50 മീറ്ററിൽ ഓരോരോ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 5 ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിപ്പോ ഇന്നലെ കണ്ടതുപോലല്ല ഇത് ഇന്ന് കാണുന്നത്. അകന്ന് വരികയാണ്. ഇതിങ്ങോട്ട് താഴോട്ട് ഇരിക്കുന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നുണ്ടോന്നുള്ളത് അടുത്തൊരു വലിയൊരു മഴ വന്നു കഴിഞ്ഞാൽ ഇന്നുവരെ ജനങ്ങളുടെ കൃഷിക്ക് ആരും ഒരു കഴിക്കൊണ്ടില്ല. അതിന്റെ വലിയൊരു ദുരനുഭവമാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. ഈ ഭാഗങ്ങളിൽ നമുക്കിപ്പോൾ നിലവിലിപ്പോൾ റോഡ് ഉണ്ടാക്കിയിരിക്കുന്ന അറിയാമല്ലോ. ഈ 6 വരെ പാത ഉണ്ടാക്കിയിരിക്കുന്ന കൂരിയാട് മുതൽ കുളപ്പുറം വരെയുള്ള ഭാഗം, ഇത് ഈ 2 ഭാഗങ്ങൾ കട്ട വെച്ചിട്ട് മണ്ണിട്ട് നിരത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഈ 2 ഭാഗങ്ങളിലും ഓയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് തള്ളിയിട്ട് 2 ഭാഗം വെള്ളം ആഴ്ചകളോളം നിലനിൽക്കുന്ന ഏരിയയാണ് ഇവിടെ. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു വിഷയം മൂപ്പരോട് അവതരിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ കണ്ണ് നീക്കാൻ അവർ ശ്രമിച്ചു. പിന്നെ രണ്ടാമത് അവിടെ നമുക്കറിയാം റോഡുകളൊക്കെ വിണ്ട് കയറിയിരുന്നു. ആ ഭാഗങ്ങളൊക്കെ ഒരു രാത്രി വന്നിട്ട് JCB കൊണ്ട് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഗൂഢാലോചനയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഇവിടെ വന്നിട്ട് മേലെ ഒന്ന് സന്ദർശിക്കുക മാത്രമാണ് ചെയ്തത്. അടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പോവുകയാണ് ചെയ്തത്. മുൻപും ഭാഗങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല. സംസ്ഥാന പാത മുറിക്കപ്പെട്ട കുളപാത പറഞ്ഞപ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട, ഞങ്ങളത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്കറിയാം ഈ റോഡ് കൂരിയാട് മുതൽ കുളപ്പുറം വരെ സ്റ്റേറ്റ് ഹൈവേ, ഈ റോഡ് NH66 കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഈ ഭാഗത്തിലേക്ക് വരണമെന്നുള്ള ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയമാണിപ്പോൾ.
കാരണം ഈ റോഡ് അടഞ്ഞാൽ വേറെ മാർഗ്ഗങ്ങളില്ല. അപ്പോൾ ഈ സംസ്ഥാന പാത തുറക്കപ്പെടണമെങ്കിൽ കുളപ്പുറത്ത് ഓവർ ബ്രിഡ്ജ് വന്നേ പറ്റൂ. അതിന് പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ജനങ്ങൾ മുഴുവനും ഈ ഭാഗത്തേക്ക് പോകാൻ കഴിയുമെന്നുള്ളത് മൂപ്പരെ ബോധ്യപ്പെടുത്താൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ എട്ടലാണേ വീഴുവേ. ഗഫൂറിന്റെ പള്ള देखने तो साथ अभी तक देखा जाता തുടർന്ന് നാട്ടുകാർ പരാതി ബോധിപ്പിച്ചെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാവാതിരുന്ന സംഘത്തെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. പരിശോധന നടത്തിയ ശേഷം കാറിൽ മടങ്ങാനിരുന്ന സംഘത്തെ നാട്ടുകാർ വളയുകയായിരുന്നു. തുടർന്നായിരുന്നു വിദഗ്ധ സംഘം പ്രതികരിക്കാൻ തയ്യാറായത്. വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും ഇതിന് സമയമെടുക്കുമെന്നും സംഘം പറഞ്ഞു. കൊടുത്തിട്ട് പറഞ്ഞാലേ वो पहले लेटर कर दिया അവിടെ എറണാകുളത്ത് वो बहुत टाइम है उधर लेटर कर दिया बहुत टाइम पहले हम लोग किया था उधर बहुत टाइम में हम उधर लेटर बन दिया वो कोई फायदा नहीं है ओके देखे कर अभी देखो घर नहीं है उसको अभी घर नहीं है उसको देखा नहीं ആ ബാക്കിൽ ആളോട് പറയും ഇയാളോട് പറഞ്ഞ കാര്യം മൈക്ക് ബാക്കിൽ ആളോട് പറയും कुछ नहीं बोला ना मीडिया में भी कुछ नहीं बोला बीमारी का पता तो चले ये डिफेक्ट है अभी दोनों बैठेंगे साथ उसको स्टडी करेंगे वो डिफेक्ट के बारे में हम लोगों को कुछ बताइए आप लोग मीडिया में गलत चीज़ बोल सकते हैं हाँ साहब देखो साहब एक मिनट हेलो साहब आप देखो साहब आप थोड़ा इसके बारे में थोड़ा बता दिए ये नहीं हम लोगों को थोड़ा इसके बारे में बताइए आप लेंथली
പ്രാഥമികമായിട്ടൊരു പരിശോധന ഈ നേരത്തെ NSA പറഞ്ഞ പോലെ മഴ മൂലമുണ്ടായ സമ്മർദ്ദമാണെന്നൊരു വിലയിരുത്തലുണ്ട്. ഇതിനുപയോഗിച്ച സാധന സാമഗ്രികളുടെ ഗുണമേന്മ പോലെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു. പരിശോധിക്കേണ്ടി വരും അല്ലേ? ഒരു ഫ്ലൈ ഓവർ വേണമെന്ന് നാട്ടുകാർ പറഞ്ഞാൽ അതിന് സാധ്യമാണോ ഈ മേഖലയിൽ? നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ്. അതായത് ഇപ്പോഴത്തെ വയലിൽ മണ്ണ് പരിശോധന നടത്തിയില്ല എന്നൊക്കെയാണ് ആളുകൾക്ക് പരാതി. സർ, ഇനി പരിശോധന ഉണ്ടോ? പരിശോധന പൂർത്തിയായോ? NRC അധികൃതരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടാവും കമ്പനി അധികൃതരുമായിട്ട്. ഓക്കെ, താങ്ക് യു. अभी जाएगा ये एयरपोर्ट में जाने के लिए मुश्किल है वंडी वेक्कोंडे ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.